നടൻ ജി കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ സാമ്പത്തിക ക്രമക്കേട് കേസിലെ പ്രതികൾ കീഴടങ്ങി. സ്ഥാപനത്തിലെ ജീവനക്കാരികളായ വിനീത, രാധാകുമാരി എന്നിവരാണ് കീഴടങ്ങിയത്. തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് ഓഫീസിലാണ് ഇവരുടെ കീഴടങ്ങൽ. ഇവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം പ്രിൻസിപ്പൽ മജിസ്ട്രേറ്റ് കോടതി നേരത്തെ തള്ളിയിരുന്നു. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു. പ്രശാന്ത്, ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ ജീവനക്കാരാണ് ഇത്തരത്തിൽ പണം തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസിൽ അവർ ഉൾപ്പെട്ടിരുന്നത്. ഇപ്പോൾ അവർ ക്രൈംബ്രാഞ്ചിന് മുമ്പിൽ 2 ജീവനക്കാരും കീഴടങ്ങിയിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ പ്രശാന്ത്. വിനോദ്, അല്പസമയം മുമ്പാണ് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ 2 ജീവനക്കാരികൾ, വിനീത, രാധാകുമാരി എന്നീ 2 ജീവനക്കാരികൾ കീഴടങ്ങിയിരിക്കുന്നത്. ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്തി കീഴടങ്ങുകയായിരുന്നു. ഹൈക്കോടതി വിധി എതിരായതിനെ തുടർന്നാണ് ഇവർ 2 പേരും ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് എത്തുന്നത്. വലിയ രീതിയിൽ വിവാദമായ ഒരു കേസാണ്. 69 ലക്ഷം രൂപ തട്ടിയെടുത്തു എന്ന വലിയ വിവാദമായ ഒരു കേസ്. ആ കേസിൽ മ്യൂസിയം പോലീസ് ആദ്യം കേസെടുന്നു, പിന്നീട് ക്രൈംബ്രാഞ്ചിന് കൈമാറുകയും ചെയ്തു. എന്നാൽ ഇതിൽ അന്വേഷണം തന്നെ ഇഴഞ്ഞു പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പ്രതികൾക്ക് സംരക്ഷണം ഒരുക്കുന്ന രീതിയിലുള്ള ഒരു സാഹചര്യമൊക്കെ പോലീസിന്റെ ഭാഗത്തുനിന്നായാലും ശരി, ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തുനിന്നായാലും ശരി ചെയ്തു കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഹൈക്കോടതിയുടെ ഉത്തരവ്, അതായത് ജാമ്യ ഹർജി തള്ളിക്കൊണ്ട് ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ട് പോലും പ്രതികളെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുവാനോ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാനോ ക്രൈംബ്രാഞ്ച് തയ്യാറായില്ല. ഇപ്പോൾ സ്വമേധയാ കീഴടങ്ങുന്ന ഒരു നിലയിലേക്ക് എത്തിയിരിക്കുകയാണ്. 2 പേർ, വിനീത, രാധാകുമാരി എന്ന 2 പേർ. ആ 2 പേരാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ ഓഫീസിലെത്തി കീഴടങ്ങിയിരിക്കുന്നത്. ഇരുവരെയും മെഡിക്കൽ എടുക്കാൻ കൊണ്ടുപോയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം വീണ്ടും ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിക്കും. കൂടുതൽ ചോദ്യം ചെയ്യൽ നടപടികളുണ്ടാവും. അതോടൊപ്പം തന്നെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. ഇങ്ങനെ തുടർന്നുള്ള നടപടിക്രമങ്ങൾ വലിയ രീതിയിൽ ഉണ്ടാവുകയും ചെയ്യും. വലിയ വിവാദമായ ഒരു കേസ് മാത്രമല്ല, ഈ കേസ് ജീവനക്കാരികൾ 69 ലക്ഷം രൂപ തട്ടിയെടുത്തു. അതിനുശേഷം ഈ വിഷയം പരാതിയായി ഉന്നയിക്കുമ്പോൾ കൃഷ്ണകുമാറിനും മകൾക്കുമെതിരെ തട്ടിക്കൊണ്ടുപോകലടക്കമുള്ള കേസുകളിൽ ഒരു കൗണ്ടർ കേസ് നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ആ കൗണ്ടർ കേസിൽ പോലീസ് സ്വീകരിച്ച സമീപനം ഈ കൃഷ്ണകുമാറിനെയും മകളെയും അടക്കം വിളിച്ച് ചോദ്യം ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് എത്തുകയും വലിയ രീതിയിൽ പോലീസിന്റെ പീഡനങ്ങൾ നൽകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഈ 3 ജീവനക്കാരികൾ, അതായത് കുറ്റക്കാരായ 3 ജീവനക്കാരികൾക്കെതിരെ നടപടിയെടുക്കാൻ തയ്യാറായിരുന്നില്ല. ഏതായാലും ജില്ലാ കോടതി ആദ്യം ജാമ്യ ഹർജി തള്ളി, മുൻകൂർ ജാമ്യ ഹർജി തള്ളി. തുടർന്ന് ഹൈക്കോടതിയും മുൻകൂർ ജാമ്യ ഹർജി തള്ളിയിരിക്കുകയാണ്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ 2 പേർ, വിനീത, രാധാകുമാരി എന്ന 2 പേര്, ഒരു ജീവനക്കാരി കൂടിയുണ്ട്, ദിവ്യ എന്നാണ് ജീവനക്കാരിയുടെ പേര്. ദിവ്യ കൂടി അറസ്റ്റ് ചെയ്യാനിരിക്കുന്നു. എന്തായാലും ജാമ്യ ഹർജി കൂടി തള്ളിയ സാഹചര്യത്തിലാണ് ഇരുവരും എത്തിയിരുന്നത്. അതിനാടകീയമായ രീതിയിലായിരുന്നു കീഴടങ്ങൽ ഉണ്ടായത്. ഹെൽമറ്റ് അടക്കം വെച്ചുകൊണ്ട് ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് എത്തുകയായിരുന്നു. എത്തി സ്വമേധയാ കീഴടങ്ങുകയായിരുന്നു ഈ 2 ജീവനക്കാരികളും. എന്തായാലും ജീവനക്കാരികളെ സംരക്ഷിക്കുന്നതിന്റെയൊക്കെ ഒരു ഭാഗമായിട്ട് വേണം ഈ കീഴടങ്ങൽ നടക്കുമെന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നത്. കാരണം ക്രൈംബ്രാഞ്ച് ഈ വിഷയത്തിൽ സ്വീകരിച്ച സമീപനം വളരെ ഉദാസീനതമായുള്ള സമീപനമാണ് ക്രൈംബ്രാഞ്ച് സ്വീകരിച്ചത്. ഇവരെ അറസ്റ്റ് ചെയ്യാനൊന്നും തയ്യാറായിരുന്നില്ല. ഏതായാലും ഈ ജീവനക്കാരികൾ തന്നെ വന്ന് കീഴടങ്ങുന്ന ഒരു നിലയിലേക്ക് എത്തിയിരിക്കുകയാണ്. നടൻ കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ ജീവനക്കാരികളാണ്. 69 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതികളാണ് ഇവർ. ഇവരുടെ ജാമ്യാപേക്ഷ നേരത്തെ കോടതി തള്ളിയിരുന്നു. ഇതേ തുടർന്നാണ് വിനീത, രാധാകുമാരി എന്നീ ജീവനക്കാരികൾ തിരുവനന്തപുരം ക്രൈംബ്രാഞ്ചിന് മുമ്പിൽ കീഴടങ്ങിയത്. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രശാന്ത് ശങ്കരമംഗലത്ത്.